അങ്ങനെ പറഞ്ഞോ. NHM ഫണ്ട് പ്രധാനമന്ത്രിയുടെ ഫണ്ടാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പൂർണ്ണമായിട്ടും. അതില് ദേശീയ തലത്തിലുള്ള ഫണ്ടിന്റെ മെജോറിറ്റി ഫണ്ട് ദേശീയ തലത്തിലുണ്ട്, അതേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധി പഞ്ചായത്ത് മെമ്പറെ വെച്ചോളൂ, മുനിസിപ്പൽ ചെയർമാനെ വെച്ചോളൂ, MLA നെ വെച്ചോളൂ, MP നെ വെച്ചോളൂ, മുഖ്യമന്ത്രിനെ വെച്ചോളൂ. എന്താ പ്രധാനമന്ത്രിയും കൂടി വെച്ചാൽ നിങ്ങൾ ഇവിടുത്തെ തദ്ദേശ ഫണ്ടാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളത് പബ്ലിസിറ്റി ചെയ്തു. ഞങ്ങൾക്ക് ഇവിടുത്തെ ചെയർമാൻ ഞങ്ങളെ കൂടി ചെയർമാനാണ്. അതുകൊണ്ട് BJPയുടെ HMC മെമ്പറാണ് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ ചെയർമാന്റെ ഫോട്ടോ ഉൾപ്പെടുത്തുന്നത്. തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കാൻ പറ്റും. ഇതിൽ ജനാധിപത്യപരമായിട്ടാണ് കറക്റ്റാണ്. ഇവിടെ പരിപാടി നടക്കാൻ പോവാണ്. അത് ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ നിങ്ങൾ കരാറ് കയറുന്നത് അതൊരിക്കലും സമ്മതിക്കില്ല. ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ പരിപാടിയുടെ കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ബാധിക്കുകയാണ്. ഞങ്ങളുടെ വീട് അതിനകത്ത് നിങ്ങൾ സീനാക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞോ. നിങ്ങൾ എങ്ങനെ ചിത്രീകരിക്കും? ഞാൻ സാറിനോട് അങ്ങനെ പറഞ്ഞോ. NHM ഫണ്ട് പ്രധാനമന്ത്രിയുടെ ഫണ്ടാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പൂർണ്ണമായിട്ടും. അതില് ദേശീയ തലത്തിലുള്ള ഫണ്ടിന്റെ മെജോറിറ്റി ഫണ്ട് ദേശീയ തലത്തിലുണ്ട്, അതേ പറഞ്ഞിട്ടുള്ളൂ. റൈറ്റ് അല്ലേ? അപ്പൊ പിന്നെ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തുമ്പോ ആ ഭരണകൂടത്തിന്റെ തലവന്റെ ഫോട്ടോ വെക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? നിങ്ങൾ MLA വെച്ചോളൂ, നിങ്ങൾ കേക്ക്, ഞാൻ പറഞ്ഞത് കേക്ക്, എന്നിട്ടെല്ലാം ഉത്തരം പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധി പഞ്ചായത്ത് മെമ്പറെ വെച്ചോളൂ, മുനിസിപ്പൽ ചെയർമാനെ വെച്ചോളൂ, MLA നെ വെച്ചോളൂ, MP നെ വെച്ചോളൂ, മുഖ്യമന്ത്രിനെ വെച്ചോളൂ. എന്താ പ്രധാനമന്ത്രിയും കൂടി വെച്ചാൽ നിങ്ങൾ ഇവിടുത്തെ തദ്ദേശ ഫണ്ടാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. തദ്ദേശ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നത് അല്ല, പറയട്ടെ, നിങ്ങളിത് കേക്ക്, നിങ്ങൾക്ക് ഇതിൽ കയറി വെടിവെക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നുന്നുണ്ടോ? ഇത് പൊതുജനത്തിന്റെ വികാരമാണ്, ഇത് പൊതുജനത്തിന്റെ വികാരമാണ്. സാറ് പോകരുത്, ഇത് പൊതുജനത്തിന്റെ വികാരം. കാര്യങ്ങൾ കേൾക്ക്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് പബ്ലിസിറ്റി ചെയ്തു. ഞങ്ങൾക്ക് ഇവിടുത്തെ ചെയർമാൻ ഞങ്ങളെ കൂടി ചെയർമാനാണ്. അതുകൊണ്ട് BJPയുടെ HMC മെമ്പറാണ് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ ചെയർമാന്റെ ഫോട്ടോ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രോട്ടോകോൾ അറിയില്ല? താങ്കൾക്കറിയില്ല? ഇവിടുത്തെ ഇത് ഘടക സ്ഥാപനം, മുനിസിപ്പാലിറ്റിയുടെ ഘടക സ്ഥാപനമാണ്. ഈ ഘടക സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് മുനിസിപ്പൽ ചെയർമാന്റെ ഫോട്ടോ വെക്കണമെന്നുള്ള മിനിമം പ്രോട്ടോകോൾ അറിയില്ല. അത് BJPയുടെ HMC മെമ്പർ ചോദിക്കേണ്ടി വന്നു. ഇത് കഴിഞ്ഞിട്ട് HMCയിൽ തീരുമാനം കേട്ടോ. HMC ചെയ്തു, തീരുമാനം ഉണ്ടായി. അത് തീരുമാനം ചോദിക്കൂ. ഞാൻ ചോദിക്കുന്നത് സാറ് പ്രിന്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ത്തിന്റെ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് HMC ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് HMCയിലും ഞാൻ HMC മെമ്പറാണോ? HMC മെമ്പർ നിങ്ങളല്ലേ ചെയ്യേണ്ടത്? ഞങ്ങളെ തീരുമാനിച്ചിട്ടുണ്ട്. നടപ്പിലാവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഓഫീഷ്യൽസിനല്ലേ? ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ നടത്തുന്നില്ല. വെറും രാഷ്ട്രീയ പ്രേരിതമായ പരിപാടികൾ നടക്കുന്നത്. സാർ അതിന് കൊട പിടിക്കാവുന്നതാണോ? അല്ലല്ലോ. സാർ ഉദ്യോഗസ്ഥ തലത്തിൽ അപ്പൊ പിന്നെ ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയൂ. ഇതിൽ HMCയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്, മിനിറ്റ്സ് ഉണ്ട്. പ്രകാരം ഇപ്പോഴും പറഞ്ഞല്ലോ, പ്രോട്ടോകോൾ പ്രകാരം നടത്താൻ തീരുമാനിച്ചു. അത് എന്തുകൊണ്ട് തന്നില്ലാന്ന് ചോദിക്കൂ. ഞാനല്ലല്ലോ, സാറല്ലേ ഹയർ ഉദ്യോഗസ്ഥൻ. സാർ ചോദിക്കൂ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വെച്ചത്. അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നില്ലേ? ഇവിടുത്തെ സൂപ്രണ്ട് ഇല്ലായിരുന്ന? സാർക്ക് വിശദീകരണം ചോദിച്ചൂടെ? അത് ജനപ്രതിനിധികൾ ചെയ്തിട്ടില്ലെങ്കിൽ ചോദ്യം അതിൽ തെറ്റുകൾ തിരുത്തേണ്ട ഉദ്യോഗസ്ഥന്മാരല്ലേ? സാർ ജനപ്രതിനിധികൾ തെറ്റ് രാഷ്ട്രീയ പരിപാടി നടത്തി കൈമാറ്റം ചെയ്യപ്പെടുന്ന ജനപ്രതിനിധികളല്ലേ ഇത് നടത്തുന്നത്? ഇത് ആർക്കാ കൈമാറ്റം ചെയ്തത്? മുനിസിപ്പാലിറ്റിക്കല്ലേ കൈമാറ്റം ചെയ്തത്? മുനിസിപ്പാലിറ്റിക്കല്ലേ ശബ്ദം കൊടുക്കാൻ വയ്യ. തീരുമാനിച്ചിട്ടല്ലേ
മൊത്തം കൊട പിടിക്കാനാണോ സാർ? അങ്ങനെയല്ലല്ലോ. ജനാധിപത്യപരമല്ലാത്ത ജനാധിപത്യപരമായി കൈമാറ്റം ചെയ്യപ്പെട്ട സ്ഥാപനത്തിന് അവര് തീരുമാനിക്കട്ടെ. മന്ത്രി നിങ്ങൾ പേടിപ്പിക്കണ്ട. മുനിസിപ്പാലിറ്റിയുടെ തിട്ടൂരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി നടത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. മുസ്ലിം ലീഗിന്റെയോ CP ഇസ്മായിലിന്റെയോ കുടുംബ സ്വത്തല്ല ഇത്. ജനകീയമായി നടത്തേണ്ട ഒരു സ്ഥാപനമാണ്. ജനാധിപത്യപരമായിട്ട് നടക്കേണ്ട പരിപാടിയാണ്. ഒരു കോടി രൂപയാണ് എന്നെ ചുമന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതില് സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ ഫോട്ടോ, MP MLA, ഇവിടുത്തെ ചെയർമാനും പ്രധാനമന്ത്രിയും മാത്രം വിരോധിയാകുന്നത് എങ്ങനെ? അതൊന്ന് വിശദീകരിക്കണം. ഇതിന്റെ പ്രോട്ടോകോൾ ഓഫീസർമാരും ഇവിടുത്തെ സൂപ്രണ്ട് തുടങ്ങിയിട്ടുള്ള ആളുകൾ, തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും പ്രധാനമന്ത്രിയും ഏത് തരത്തിലാണ് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അവരുടെ പബ്ലിസിറ്റി ബാനറിലും മറ്റു കാര്യങ്ങളിലും എങ്ങനെയാണ് അവരെ തഴയപ്പെടുന്നത് എന്നുള്ളത് പൊതുജനത്തിന്റെ ഇടയിൽ ഇവർ പറയേണ്ടതുണ്ട്. ഇവർ നിങ്ങളാരെയും ഓശാനം നേടി ജനപ്രതിനിധികളായതല്ല. ഇവിടുത്തെ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയും തെരഞ്ഞെടുത്ത മുനിസിപ്പൽ ചെയർമാനുമാണ്. അവർക്ക് വേണ്ട പരിഗണന നിർബന്ധമായിട്ട് കൊടുക്കണം. അതല്ലാത്ത പക്ഷം അതിനെ അനുകൂലിക്കുന്ന ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യുമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടുത്തെ ഓഫീസർമാർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, യൂണിയൻ ഉണ്ടാവും. ആ യൂണിയന്റെ ബലത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെയും ജനവികാരങ്ങളെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാമെന്നാണ് തീരുമാനമെങ്കിൽ ഒരു കാരണവശാലും അതിനെ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. അത് ഏത് വിധേനയും ഞങ്ങൾ ചോദ്യം ചെയ്യും. അത് നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണണ്ട. CP ഇസ്മായിൽ ഇത് ദിവാസ്വപ്നം കണ്ടിരിക്കുകയും വേണ്ട. പരിപാടി നടത്തുന്ന മുനിസിപ്പൽ ചെയർമാന്റെ ഫോട്ടോ വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇവിടെ മിനിറ്റ്സ് പ്രകാരം അത് തീരുമാനിച്ചിട്ടുമുണ്ട്. തീരുമാനിച്ച കാര്യം സാർ അതിന്റെ കാര്യം പറഞ്ഞേ. സാർ പറഞ്ഞ കറക്റ്റാണ്. ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോകണം. അത് ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ നിങ്ങൾ കരാർ ചെയ്യരുത്. അതൊരിക്കലും സമ്മതിക്കില്ല. ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ പരിപാടിയുടെ കാര്യമാണ്. അതൊരിക്കലും ഞങ്ങളെ കരാർ ചെയ്യുന്നോട് കാര്യമില്ല. കാരണം ഇവിടുത്തെ സ്വാഗത സംഘ തീരുമാന പ്രകാരം അല്ല സാർ, അതല്ല സാർ, ഞങ്ങൾ അല്ലല്ല ധാർമ്മികൾ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങളെ വീട് അല്ല അതിനകത്ത് നിങ്ങൾ സീനാക്കുന്നത് അല്ലല്ല. എന്തിനാ നിങ്ങൾ
ഞങ്ങളിവിടെ എത്തിവെച്ച തീരുമാനം ചോദ്യം ചെയ്യാൻ നിങ്ങളെ